വഖഫ് നിയമ ഭേദഗതി മൗലിക അവകാശത്തിലെ മതസ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നു. അതായത് നമ്മൾ ആർട്ടിക്കിൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 26 പറയുന്നുണ്ട് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രീഡം എന്ന് പറയുന്നുണ്ട്, അതിനെ ഹനിക്കുന്നത് എന്നാണ്. ഹലോ ഹായ്, SVT ടോക്സിലേക്ക് സ്വാഗതം. വഖഫ് അമെൻമെന്റ് ആക്ടിനെ കുറിച്ച് സുപ്രീം കോടതിയിൽ നിന്നും പുതിയ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് എതിരായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. നമുക്ക് നിർദ്ദേശങ്ങൾ നോക്കാം. സുപ്രീം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം ഒന്നാമത്തേതെന്ന് പറയുന്നത് വഖഫ് നിയമം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫ് സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുത് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം വഖഫ് സ്വത്തുക്കളിൽ സ്റ്റാറ്റസ് ക്യൂ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് ഇപ്പോൾ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ തുടരണം എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് സ്വത്ത് വഖഫ് ആണോ എന്ന് ജില്ലാ കളക്ടറിന് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജില്ലാ കളക്ടറുടെ നടപടി സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് പ്രകാരമായിരിക്കും. അതായത് സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ജില്ലാ കളക്ടറിന് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക്, അവസാന തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ. അല്ലാതെ ജില്ലാ കളക്ടറിന് എന്ത് ചെയ്യാം, വഖഫ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കാം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൗൺസിൽ ബോർഡിലും കൗൺസിലിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി മുസ്ലിങ്ങളെ നിയമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു അംഗങ്ങൾ മുസ്ലിം തന്നെ ആയിരിക്കണം എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അംഗങ്ങൾ മാത്രമേ മുസ്ലിങ്ങൾ ആവാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇനി സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സുപ്രീം കോടതിയുടെ ആദ്യത്തെ നിരീക്ഷണം എന്ന് പറയുന്നത് സുപ്രീം കോടതി അംഗീകരിച്ച വഖഫിനെ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സുപ്രീം കോടതി വഖഫിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അതിനെ ഇല്ലാതെയാക്കി, ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് അതിനെ ഇല്ലാതെയാക്കി എന്നാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്വത്ത് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്, അല്ലാതെ കലക്ടറോ അല്ലെങ്കിൽ മറ്റു ആളുകളല്ല എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. നിലവിലെ വഖഫിന്റെ അവകാശങ്ങൾ റദ്ദാക്കുന്നതാണ് ഈ നിയമം എന്നും കൂടി സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുരാതനമായ മുസ്ലിം മത സ്മാരകങ്ങളുടെ വഖഫ് സ്വഭാവങ്ങൾ നഷ്ടപ്പെടില്ല എന്നും കൂടി സുപ്രീം കോടതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേസമയം സുപ്രീം കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് പുരാതനമായിട്ടുള്ള മുസ്ലിം പള്ളികളോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളുടെ ഡോക്യുമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ആ ഡോക്യുമെന്റ്സ്, പണ്ട് കാലത്തെ ഡോക്യുമെന്റ്സ് എവിടെ നിന്ന് ലഭിക്കുമെന്നും കൂടി സുപ്രീം കോടതി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇവിടെ ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ നിയമങ്ങളുടെ സംരക്ഷകരാണ് സുപ്രീം കോടതി എന്നൊരു കാര്യം ഇവിടെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി സുപ്രീം കോടതിയുടെ ചില സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഹിന്ദുമത സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്നാണ് നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം വഖഫ് എന്ന് പറയുന്ന ആ ഒരു ബോഡിയിലേക്ക് നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ എൻ്റർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഹിന്ദു സ്ഥാപനങ്ങളിൽ നോൺ ഹിന്ദു ആയിട്ടുള്ള ആളുകളെ എൻ്റർ ചെയ്യിക്കാൻ പറ്റുമോ എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വഖഫ് സ്വത്തിൽ മേൽ സർക്കാർ അവകാശവാദം ഉന്നയിച്ചാൽ എന്താകുമെന്നും ജസ്റ്റിസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞു ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു സ്വത്ത് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം കലക്ടറിനാണ് ഈ നിയമപ്രകാരമുള്ളത്. എന്നാൽ ഈ കലക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റ് സെർവന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അവർ എങ്ങനെയാണ് ഒരു ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക? അതായത് ഒരു നിഷ്പക്ഷ നിലപാട് കലക്ടറിന് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതുപോലെ തന്നെ ഇനി ഹർജിക്കാരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് മതത്തിന്റെ ആചാരത്തിന് വിരുദ്ധമാണ് വഖഫ് നിയമം എന്നാണ്. അടുത്തതായിട്ടുള്ള വാദം എന്ന് പറയുന്നത് വഖഫ് നിയമ ഭേദഗതി മൗലിക അവകാശത്തിലെ മതസ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നു. അതായത് നമ്മൾ ആർട്ടിക്കിൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 26 പറയുന്നുണ്ട് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രീഡം എന്ന് പറയുന്നുണ്ട്, അതിനെ ഹനിക്കുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾ നടത്താൻ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ മുസ്ലിങ്ങൾക്കും ഉണ്ട് എന്നും കൂടി ഈ ഒരു വാദങ്ങളിൽ കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർജിക്കാരുടെ മറ്റൊരു വാദമാണ് ഒരാൾ മുസ്ലിം ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്നത് നിയമ വിരുദ്ധമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കാരണം ഒരു വ്യക്തി മുസ്ലിം ആണോ അല്ലയോ എന്ന്, അതായത് ഈ ഒരു ബില്ലിൽ പറഞ്ഞ അല്ലെങ്കിൽ ഈ നിയമത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വ്യക്തി ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷം മുസ്ലിമായി നിന്നാൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വഖഫ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം. എന്നാൽ അത് ഈ ഒരു വ്യക്തി 5 വർഷമായി മുസ്ലിം ആണോ അല്ലയോ എന്ന് എങ്ങനെ തീരുമാനിക്കും എന്നൊരു ചോദ്യവും, അതുപോലെ തന്നെ ഈ വ്യക്തി മുസ്ലിം ആണോ അല്ലയോ എന്ന് സംസ്ഥാനം എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത്.
അതുപോലെ ഒരു സ്വത്ത് വഖഫ് അല്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നൊരു കാര്യം, അതായത് ആ ഒരു സ്വത്തുക്കൾക്ക് എന്ത് സംഭവിക്കും എന്നും കൂടി ചോദ്യം വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ ഒരു സ്വത്ത് വഖഫ് അല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ നിയമം കൊണ്ടുപോകുന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് മറുപടിയായി സർക്കാർ പറഞ്ഞിട്ടുള്ള, അതായത് സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറുപടി എന്ന് പറയുന്നത്, ഈ നിയമം നിർമ്മാണം നടത്തിയത് എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണെന്നും അതുപോലെ സംയുക്ത പാർലമെന്റിന്റെ സമിതി 38 യോഗങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉള്ള മറുപടി എന്ന് പറയുന്നത്. 98.2 ലക്ഷം നിവേദനങ്ങൾ പരിശോധിച്ചു. അത് JPC നിരവധി സ്ഥാപനങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ നിർദ്ദേശങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഒരു ഇടക്കാല ഉത്തരവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു കാര്യമാണ്. അതും കേന്ദ്രത്തിന് എതിരായിട്ടുള്ള ഒരു ഉത്തരവ് വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു നിയമത്തിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് നടത്താനുള്ള റൈറ്റ്, ഫ്രീഡം നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ നിയമത്തിന്റെ പാതയിൽ പോവുക. അതായത് ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി ഇതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വയലന്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്താതെ പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റും. പക്ഷെങ്കിൽ അത് വയലന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടത്തരുത്. കാരണം ഈ പ്രൊട്ടസ്റ്റ് കാരണം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വെസ്റ്റ് ബംഗാളിലൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് തെറ്റായ ഒരു കാര്യമാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് എന്ത് ന്യായം പറഞ്ഞാലും അത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.